വ്യത്യാസത്തോടെ കുറച്ച് പച്ചപ്പും പൂക്കളും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം വീട്ടിലാണ് ഉള്ളത്, കൊല്ലത്താണ് ഉള്ളത്. നാട്ടിലെത്തിയ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം 2 ദിവസം ഞാൻ എറണാകുളത്തുണ്ടായിരുന്നു, അനിയത്തിയുടെ കൂടെ കൊച്ചിയിൽ. അപ്പോൾ അവരൊക്കെ ആയിട്ട് ഇപ്പം നേരെ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. ഇത് നമ്മൾ വളർന്ന വീടാ. ശരിക്കും എൻ്റെ അനിയത്തി ജനിച്ച് വളർന്നതെന്ന് പറയാം, കാരണം അവളെ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോഴേ വീട് വെച്ച. അപ്പോൾ അവൾ ജനിച്ച് വളർന്ന് ഞങ്ങളെല്ലാം വളർന്ന് ഞങ്ങളുടെ കുറേ ഓർമ്മകളല്ല നമ്മുടെ സ്വന്തം വീട്. അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ കസിൻസിനെയും കൂടെ ആലോചിക്കുക കേട്ടോ. കവിതയും കാവ്യയും അമ്മയുടെ സിസ്റ്ററിൻ്റെ മക്കളാണ്. തൊട്ട് വന്ന വീടാ അവിടെ. അപ്പം ഞങ്ങളുടെ എല്ലാ ഓർമ്മകളുള്ള വീടായത്. അപ്പോൾ അവരും ഒന്നും നാട്ടിലില്ല. അമ്മ അനിയത്തിയുടെ കൊച്ചിയിലാണ് ഉള്ളത്. അപ്പോൾ ഇടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്തിടത്തേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ വരുന്നതിന് ഒരാഴ്ച മുന്നേ വന്ന് ക്ലീൻ ചെയ്തിട്ടു. പിന്നെ മുറ്റമൊക്കെ ചെത്തിച്ചിട്ടു, ഫുള്ള് പുല്ലായിരുന്നു. ഇനി നേരെ കിച്ചണിലേക്കാണ് പോയത്. അമ്മ അവിടെ ബിസിയായി, രാവിലെ എഴുന്നേറ്റ് പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഞുഞ്ഞുമോൻ്റെ ബോട്ടിലുണ്ടല്ലോ, അത് സ്റ്റെറിലൈസ് ചെയ്യാൻ ഇട്ടതാ. ചുറ്റും വട്ടയിട്ട് ദേ അവൻ എണ്ണീറ്റ് വന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. പക്ഷെ ആദ്യം ഞുഞ്ഞുമോൻ എഴുന്നേറ്റിട്ടുണ്ട് അമ്മയുടെ കൂടെ. ആരും എഴുന്നേറ്റില്ലല്ലോ, അവൻ അമ്മയുടെ കൂടെ എഴുന്നേക്കും. എൻ്റെ തൊണ്ട കുറച്ച് പ്രശ്നം ഇവിടെ വന്നപ്പോൾ അടച്ചിരിക്കുക കേട്ടോ. അപ്പോൾ വോയിസ് അത്ര ഒരു സുഖമില്ല. ദേ നല്ല നാടൻ പശുമ്പാലേ. ഇപ്പോൾ ഒത്തിരി ആൾക്കാരുള്ളതുകൊണ്ട് പാല് വേണേ. അമ്മ അങ്ങനെ പാലൊക്കെ കാച്ചാൻ വെച്ച് ഓരോരുത്തർക്ക് ചായ ഇടുന്നു. ഓരോരുത്തർക്കും ഓരോ രീതിയിൽ ഇവിടെ ചായ വേണ്ട. ലൈറ്റ് ചായ, കടുപ്പ ചായ, ഇതൊക്കെ അമ്മയ്ക്കൊണ്ടേ പറ്റത്തുള്ളൂ കേട്ടോ. നമ്മളൊക്കെ ഒറ്റ ട്രിപ്പ് കിടത്തില്ലേ ഉള്ളൂ. അമ്മ കഷ്ടപ്പെടാൻ തയ്യാറാണ്, എത്ര പറഞ്ഞാലും കേൾക്കത്തുമില്ല. ഞുഞ്ഞുമോൻ അങ്ങനെ ദേ നേരെ അങ്കുവിൻ്റെ അടുത്ത് വന്ന് കിടപ്പുണ്ട്, അവനെ ഉണർത്താനായിട്ട്. രാക്കെ എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ. കടല വീണ്ടും അങ്ങനെ ചായ ഇടലും ഞുഞ്ഞുമോന്റെ പാല് കുടിയിലും ഒക്കെ ആയിട്ട് ആദ്യ റൗണ്ട് കഴിയാണ് കിച്ചണിൽ നിന്ന്. ഓരോരുത്തരായിട്ട് ദേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. സൃഷ്ടി പിൻ ബാഗിൽ ചുരുണ്ട് കിടക്കുക. കുറച്ച് ടൈം എടുക്കുകയെ കണ്ണ് വിരിഞ്ഞു വരാൻ. ശരിക്കും എൻ്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയെന്ന് അറിയത്തില്ല. പെട്ടെന്നൊരു അടപ്പ് പോലെ വരിക. ചിലപ്പോൾ വെള്ളം മാറിയതിൻ്റെ കുളിച്ചതിൻ്റെയോ കുടിച്ചതിൻ്റെയോ ഒക്കെ ആണോ എന്നൊന്നും അറിയത്തില്ല. കാലാവസ്ഥയും ഒക്കെ മാറിയതിൻ്റെ ആയിരിക്കും. ഞുഞ്ഞുമോൻ ഓരോരുത്തരും ദേ ചുറ്റി നടപ്പുണ്ട്. അങ്ങനെ ദേ രാക്കയുടെ തോളിലിരിപ്പുണ്ട് ഇപ്പോൾ. ഇതെൻ്റെ അനിയത്തിക്ക് ഇട്ട ചായ കേട്ടോ. അവൾക്ക് ഭയങ്കര കടുപ്പം വേണം. എനിക്ക് ഇത്രയും കടുപ്പമൊന്നും പറ്റത്തില്ല. അവൾക്ക് നല്ല കഴിക്കുന്ന കടുപ്പം വേണം ചായക്ക്. ഞാൻ പറഞ്ഞില്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള ചായ അമ്മ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് ഒരു പണി എടുക്കത്തില്ലെങ്കിലും കിച്ചണിൽ ഒന്ന് വന്ന് കറങ്ങി കേട്ടോ. അമ്മയുടെ കൈപ്പാടാണല്ലോ. അപ്പോൾ അമ്മയ്ക്കൊരു ചിട്ടയുണ്ട്. പണ്ടും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൂടെ നിൽക്കുന്നതെന്ന് അമ്മയ്ക്ക് അത്ര പിടിക്കത്തില്ല. അപ്പോൾ നമ്മളത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളങ്ങ് ചെയ്യും. കൂട്ടത്തിൽ ചെയ്യാൻ അമ്മ സമ്മതിക്കത്തില്ല. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയുമാണ്. പിന്നെ രാവിലെ തന്നെ അരി അടുപ്പിൽ ഇടുന്നുണ്ട്. നമ്മുടെ ജയ റൈസ് ഉണ്ടല്ലോ, വെള്ള ആ അരിയ, മട്ടേരി അല്ല. അപ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ ഇത് വേകാൻ. പിന്നെ നല്ല മണമുള്ള കരിവേപ്പിലയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മുടെ അങ്ങോട്ട് ഇത്രയും മണം കിട്ടത്തില്ല. ഇവിടെ നമ്മുടെ നാടൻ കരിവേപ്പിലയ്ക്ക് ഒരു പ്രത്യേക മണമാണ്. അങ്ങനെ അരി ഒന്ന് തിളപ്പിച്ചിട്ട് നമ്മുടെ തെർമൽ കുക്കറിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ഒന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയാൽ മതിയല്ലോ. കുറച്ച് വേഗം ഉണ്ടല്ലോ ഈ പുഴുക്കലരിക്ക്. ഇത് നമ്മുടെ പ്ലാവിൽ പിടിച്ച ചക്കയാണ്. ഒരു കുഞ്ഞു ചക്ക ഉണ്ടായിരുന്നുള്ളൂ. അത് അമ്മ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ വെട്ടി ഫ്രിഡ്ജിൽ വെച്ചു. പച്ചയാണോ പഴുത്തയാണോ എന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഇപ്പം പച്ചയല്ല, എന്തായാലും അവിഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. ചക്കയും മാങ്ങയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ഈച്ചയല്ലേ. അപ്പം അതിനെ ഒടിക്കാൻ അമ്മ കർപ്പൂരം വെള്ളത്തിൽ കലക്കി ഇങ്ങനെ വെക്കും കേട്ടോ. അല്ലാതെ കർപ്പൂരം പൊടിച്ച് തുടച്ചാലും ഇതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം വരും. ഇവിടെ ദേ ആവേശത്തിലാണ്. ആവേശത്തിലെ പാട്ടൊക്കെ ഇട്ട് എനിക്ക് കോപ്പിറൈറ്റ് കിട്ടുന്നുണ്ട്, ഞാനത് ഇടുന്നില്ല. ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും കടലക്കറിയാണ്. അമ്മയുടെ മുകളിൽ ഞുഞ്ഞുമോനും കയറി ഇരിപ്പുണ്ട്. അപ്പം ചുറ്റ് ഓരോരുത്തർക്കായിട്ട് എൻ്റെ കയ്യിൽ അമ്മ തരിക. അപ്പോൾ ഓരോരുത്തർക്കും കൊടുക്കട്ടെ, പിള്ളേർക്കും വലിയവർക്കും എല്ലാം. കടലക്കറി കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചത് വറുത്തരച്ചതല്ലേ. ഇന്ന് ഞാൻ കാണിക്കുന്നത് തേങ്ങ നല്ല മഷി പോലെ പാല് പോലെ അരച്ച് അതൊഴിക്കുന്ന ഇങ്ങനത്തെ കടലക്കറി. രണ്ടിനും രണ്ട് ടേസ്റ്റാണ്. അമ്മയ്ക്ക് ഒരുപാട് തരത്തിൽ വെറൈറ്റി ആയിട്ട് ഓരോ കറികളും വെക്കാൻ അറിയാം കേട്ടോ. വറുത്തരച്ച് നമുക്ക് പുട്ടിൻ്റെ കൂടെ അതാ ടേസ്റ്റ്. ഇപ്പം അപ്പത്തിൻ്റെ കൂടെ തേങ്ങയുടെ ആ ഒരു ടേസ്റ്റുള്ള കടലക്കറിയാണ്.
ഇതും ഫാം ഫ്രഷ് പാലാട്ടോ. പശുമ്പാല് തന്നെയാ പാക്കറ്റിൽ കിട്ടുന്ന. വീടുകളിൽ നിന്നുള്ള തന്നെയാണ്. മറ്റേത് വീട്ടിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുവരുന്നു. ഇത് പാക്കറ്റിലാക്കി കിട്ടുന്നുണ്ടല്ലോ. ഇപ്പോൾ ഒരുപാട് പാല് വേണം ഇവിടെ പിള്ളേർക്ക് കൊടുക്കണം, പിന്നെ ചായ ഇടണം. ഇന്നലെ രാത്രി ഒരു ചെറിയ മഴ പെയ്തു, അല്ലാതെ ഇവിടെ മഴയൊന്നുമില്ല, വെയിലുണ്ട്. അപ്പം ഞാൻ തുണി എന്തായാലും സ്റ്റാൻഡിലോട്ടാണ് വെക്കുന്നത്. അപ്പോൾ വെയിൽ എവിടെയാണോ അങ്ങനെ വെക്കാം. അഥവാ ആ ചെറിയ മഴയൊന്ന് ചാറിയാലും പെട്ടെന്ന് ഈ സ്റ്റാൻഡ് അകത്ത് വെച്ചാൽ മതിയല്ലോ. ഫ്രണ്ടിലൊരായ തൽക്കാലം കിട്ടിയിട്ടുണ്ട്. അധികം തുണിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വിരിക്കാമല്ലോ. പിന്നെ ബാക്കിൽ ഒരായുണ്ട്. ഈ മഴ പെയ്യുമ്പോൾ ഓടി എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ സ്റ്റാൻഡിൽ വിരിച്ചത്. നമ്മുടെ പാൽക്കാരൻ പാല് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞല്ലോ പലതരത്തിൽ നമ്മൾ പാല് വാങ്ങുന്നുണ്ട്, ഇത്രയും പേർക്ക് വേണ്ടേ. ചെറുതായിട്ടൊന്ന് തൂക്കാൻ ആഗ്രഹം തോന്നി നമ്മുടെ മിറ്റം അടിച്ച് വരിക. മിറ്റം ശരിക്കും ചെത്തി ഇപ്പം ഇട്ടിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ വരുന്നത് പ്രമാണിച്ച് പുല്ല് കയറി കിടന്നു. നേരത്തെ നല്ല വെള്ള മിറ്റമായിരുന്നു. ഇപ്പം തൂക്കാനും കാര്യങ്ങളും ഇപ്പം ഇല്ലല്ലോ. അതുകൊണ്ട് ഈ കളറായിപ്പോയി മണ്ണിന്. അമ്മ ഇല്ലേലും ഒരു അമ്മമ്മ വന്ന് തൂത്തിടുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മമ്മയ്ക്ക് വയ്യാണ്ടായപ്പോൾ ഇപ്പം പുള്ളിക്കാരിയും ഇല്ല. അപ്പം ഇങ്ങനെ ചെത്തിച്ചിടും. നമ്മൾ വരുമ്പോൾ ഇങ്ങനെ മിറ്റം തൂക്കും. നമ്മളല്ല, അമ്മ. പിന്നെ ബാക്കി അവിടെ ഒരു കുഴിയുണ്ട്, അങ്ങോട്ട് ഇതെല്ലാം കൂടെ അടിച്ചു വാരിയിട്ടിട്ട് തീയിടും. ഇതൊക്കെ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ജോലിയാണ്. നമ്മളെത്ര പറഞ്ഞാലും കേൾക്കത്തുമില്ല. അമ്മ വീട്ടിൽ വന്നാൽ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും ജോലി, റെസ്റ്റേ ഇല്ല. പിന്നെ ഒരു കാര്യം കാണിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ എൻട്രൻസിൽ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഈ റീഡിംഗ് ഒക്കെ എടുക്കുന്നത്. അവിടെ എനിക്കെന്താണെന്ന് അറിയത്തില്ല, ഞാൻ എവിടെ പോയാലും ഈ തേനീച്ച കൂടെ വരികയാണേ. നമ്മുടെ അവിടെ വലിയ തേനീച്ചയില്ലായിരുന്നു, ഇവിടെ കുഞ്ഞു തേനീച്ച, ചെറുതേൻ്റെ കട്ടുറുമ്പിനെ പോലെ അകത്തിരിക്കുന്ന കാണുന്നില്ലേ. ഈ തേനീച്ച ഇവിടെ കൂട് കൂട്ടുക. അമ്മ അതിനെയൊക്കെ എന്തൊക്കെയോ ഈറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഓടിച്ചിട്ട് ആ പെട്ടി മൊത്തത്തിൽ ഇളക്കി മാറ്റേണ്ടി വന്നു. കാരണം അത്രയ്ക്ക് ശല്യമായിരുന്നു. ഇപ്പോൾ കുറവാ. ഈ തേനീച്ച എന്താ ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്യുന്നതെന്ന് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല. അവിടെ വലുതായിരുന്നു, ഇത് ഇവിടെ ചെറുത്. ശരിക്കും അത്ഭുതമുള്ള ഒരു കാര്യമായത്. നേരത്തെ വ്ലോഗ് കണ്ടവർക്ക് അറിയാം നമ്മുടെ ജഡ്ജറിൽ, അതായത് നമ്മുടെ ഹരിയാന വീട്ടിലെ തേനീച്ചക്കൂട്. അതിൻ്റെ ഒരു ബോക്സ് ആയിരുന്നു. ഇത് ഇങ്ങനെ ഓടിക്കാൻ വേണ്ടി അതൊക്കെ മാറ്റി ബാക്കിൽ കൊണ്ട് വെച്ചേക്കുവാ. ബാക്കിൽ നമ്മുടെ പ്ലാവ് ഇതാട്ടോ. നാടൻ പ്ലാവൊന്നും അല്ല, പെട്ടെന്ന് കായ്ക്കുന്ന ഒരു സൈസിലെ പ്ലാവായിരുന്നു. അത് അപ്പുറത്തെ വീട്ടുകാർക്ക് ശല്യമില്ലാതിരിക്കാൻ വെട്ടി മാറ്റി. പിന്നെ ഒരു മുരിങ്ങ ഉണ്ടായിരുന്നു, അതൊക്കെ മാറ്റി കേട്ടോ, വെട്ടി. അവർക്കൊരു ബുദ്ധിമുട്ടാവരുതല്ലോ ഈ മഴയൊക്കെ പ്രമാണിച്ച്. പിന്നെ ഇത് ഈ മണി പ്ലാന്റ് അകത്തിരുന്നതാ. അപ്പം അമ്മ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് പുറത്ത് വെച്ച് അത് പുറത്ത് പടർന്ന് കളിക്കുന്നു. പിന്നെ ഈ ചെടി എനിക്ക് ഒരെണ്ണം അങ്ങോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്, നോർത്ത് ഇന്ത്യയിലോട്ട്. പക്ഷെ അവിടം വരെ എത്തുമെന്ന് അറിയത്തില്ല. പിന്നെ നമ്മുടെ വെള്ളത്തെച്ചി ഞവര, ഇത് രാക്കയുടെ വീട്ടിൽ നിന്ന് ഷൊർണൂർ പാലക്കാട് നിന്ന് പണ്ട് കൊണ്ടുവച്ചത്. അതൊക്കെ ഇങ്ങനെ പൊട്ടി കിളിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ 4 മണി 8 മണി 10 മണി എന്നൊക്കെ പറയുന്ന പൂക്കളുണ്ടല്ലോ, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ എന്താ പറയുന്ന അറിയത്തില്ല. ഞങ്ങളിങ്ങനെ ഈ പൂക്കൾക്ക് പറയുന്നത്. അതൊക്കെ ഓരോ ചട്ടിയിലായിട്ട് ചെറുതായിട്ട് തന്നെത്താനെ അത് കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഒരു ചുമന്ന ചെമ്പരത്തി ആ മൂലയിലോട്ട് നിൽപ്പുണ്ട്. ഇതെന്താ വെച്ചാൽ ഞങ്ങളിവിടെ തെരളി എന്ന് പറയും കേട്ടോ. വയനയില കൊണ്ടുണ്ടാക്കുന്ന കുമ്പിളപ്പം എന്നൊക്കെ ഓരോ സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കുമ്പിളപ്പം, വയനയപ്പം. ഇവിടെ തെരളി എന്നാണ് പറയുന്നത്. ഗോതമ്പ് മാവും പഴവും ശർക്കരയും തേങ്ങയും. അത് കൊണ്ടുവന്ന ആളാണ് അമ്മയുടെ അനിയത്തിയാ ജയമ്മ കുറച്ച് മാറിയാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ ഇതൊക്കെ ഉണ്ടാക്കി കുറേ പച്ചച്ചക്കയായിട്ട് എനിക്കിഷ്ടമാണെന്ന് അറിയാം. അതൊക്കെ അത് ജയമ്മ തന്നെ വെട്ടി ശരിയാക്കി തരുന്നുണ്ട്. ഞാൻ അത്തുനിന്നൊരു പച്ചച്ചോള എടുത്തു. എത്ര നാളായി ഇതൊക്കെ കഴിച്ചിട്ട്. നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അരിഞ്ഞ് കുറേ തേങ്ങയും പാവം തിരുമ്മി തന്നിട്ടുണ്ട്. ഇനി അമ്മയ്ക്ക് അത് വെച്ചാൽ മതി. പിന്നെ നമ്മുടെ ചക്കയുണ്ടല്ലോ, കുട്ടിച്ചക്ക, അതിനകത്ത് അധികം ചുളയൊന്നും കാണത്തില്ല. നല്ല ചുമന്ന കളറായിരിക്കും. മധുരം ഒരുപാടൊന്നുമില്ല, എങ്കിലും കുഴപ്പമില്ല. ചക്ക വലിയ കുഴപ്പമില്ലെങ്കിലും ഒരു പീസെങ്കിലും നമ്മുടെ വീട്ടിലെ ചക്ക കഴിക്കാമല്ലോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ നടക്കുക. നമ്മളെ ചെവിയിൽ പഞ്ഞി വെക്കണം. അവരുടെ കാര്യത്തിൽ നമ്മൾ ഇടപെടാനേ പോകരുത്. അവരെന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചോളും. ചക്ക റെഡിയായിട്ട് വന്നിട്ടുണ്ടേ. പിന്നെ കൊഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എടുക്കണമെന്ന് വെച്ചിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ കറിയാക്കി കഴിഞ്ഞു. പിന്നെ ഒഴിച്ചു കറിയായിട്ട് പരിപ്പും ഉള്ളിയും അമരക്കയും പച്ചമുളകും കൂടെ ഇട്ട് ഒരു ഒഴിച്ചു കൂട്ടാനാണ്. ഒരു മിനി സാമ്പാർ, പച്ചക്കറിയൊന്നും ഇല്ലാത്ത. അമ്മ ഇതിനെ സാമ്പാർ പുളി എന്നാണ് വിളിക്കുന്നത്. പിന്നെ കൊഞ്ച് റോസ്റ്റ് ചെയ്യാനായിട്ട് കുറേ വെളുത്തുള്ളിയും കാര്യങ്ങളും ഒക്കെ പുരട്ടി വെച്ചിട്ടുണ്ട്. ഡ്രൈ ആയിട്ടല്ല, കുറച്ച് കുഴഞ്ഞ് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. പിന്നെ നമ്മുടെ അമരക്കയും ചേനയും ഉള്ളിയും കൂടെ വേവിച്ചെടുത്തിട്ടുണ്ട് തോരൻ വെക്കാൻ. തേങ്ങയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് കടുവറുത്ത് നമ്മുടെ തോരനുണ്ടല്ലോ, അതും സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തെർമൽ കുക്കറിൽ ചോറ് വെച്ചാൽ നമുക്ക് ഗ്യാസിൽ ലാഭിക്കാമല്ലോ. അതിനി ഒന്നും കൂടെ തിളപ്പിച്ച് ഊറ്റിയാൽ മതി.
ചക്കയ്ക്ക് പറ്റിയ കൊഞ്ചേറിയാ, കുറച്ച് ചാറേറിയായിട്ട് ഞാൻ കുറച്ച് കഴിച്ചു കേട്ടോ. അതിൻ്റെ വെന്ത് മണം വന്നപ്പോൾ തന്നെ ഞാൻ ആദ്യം എടുത്ത് കഴിച്ചു. ഇത് നല്ല ഉണക്കക്കൊഞ്ച് കിട്ടിയപ്പോൾ പാറു വാങ്ങി വെച്ചതാ. അപ്പം അമ്മ അതിൻ്റെ കൊമ്പൊക്കെ ഒടിച്ചിട്ട് ഒന്ന് വറുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ജഡ്ജറിൽ കൊണ്ടുപോയി കൂടെ കറി വെക്കാമല്ലോ. ഇനി നമ്മുടെ വീട് ഒന്ന് കാണിച്ചു തരാം. കയറി വരുമ്പോൾ ഉള്ള കുഞ്ഞ് സിറ്റ് ഔട്ടായത്. ഇപ്പം അമ്മയും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ, സ്ഥിരം താമസമൊന്നും ഇല്ലല്ലോ. ഇതേ മെല്ലെ തുറന്നു വെക്കുമ്പോൾ നമ്മുടെ പുറകുവശമാണ് കാണുന്നത്. അവിടെ നേരെ ബാക്കിലുള്ള വീടിൻ്റെ മുൻവശമാണ്. നമ്മളിവിടെ താമസിക്കുമ്പോൾ ഇതൊക്കെ പൊക്കിയൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. ഇപ്പം നമ്മൾ വല്ലപ്പോഴും വരുന്നതുകൊണ്ട് ഇതിങ്ങനെ താത്ത് തന്നെ ഇട്ടേക്കും. നേരത്തെ ഈ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ബാക്കിലൊക്കെ ഇങ്ങനെ തുറന്നു കിടന്ന സ്ഥലമാണ്, നമ്മുടെ സൈഡിലും ഒക്കെ തുറന്നു കിടന്ന സ്ഥലമാണ്. അതൊക്കെ പുതിയതായിട്ട് വന്ന വീടുകളാണ്. ചുറ്റും വീടുകളും മതിലും ഒക്കെ ആയി. ഞങ്ങൾ കുഞ്ഞായിരുന്നപ്പോഴൊക്കെ എത്ര രസമായിരുന്നു അറിയാം. തുറന്നു കിടന്നതാണ്, നമുക്ക് ഓടി അങ്ങനെ ഇങ്ങനെ കളിക്കാം. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് തന്നെ ആയിരുന്നു. ഇപ്പൊ പിന്നെ പുതിയ ആൾക്കാരും ഒക്കെയാണ് ഇപ്പോൾ ചുറ്റുമുള്ളത്. അപ്പോൾ അതേ നമ്മുടെ ഹാളിലോട്ട് കയറി. നമ്മൾ വിളക്ക് കത്തിക്കുന്ന ഇവിടെയാ. ഞാൻ നേരെ കാണുന്ന റൂമിലാണ് ഞങ്ങൾ കിടന്നത്. ഞാൻ രാവിലെ അങ്കത്ത് കിടക്കുന്നത് കാണിച്ചല്ലോ. സത്യം പറഞ്ഞാൽ എല്ലാവരും ഒന്ന് അടങ്ങിയിരിക്കുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഈ വീട് എപ്പോഴും തല തിരിഞ്ഞാൽ ഇപ്പം കിടക്കുന്നത്. ഇവരെല്ലാം കൂടിയുള്ള കാര്യം പറയണ്ടല്ലോ പിള്ളേരുകൾ. മിനിമോനാണെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒന്ന് വിരിച്ചിടുകയാണെങ്കിൽ ഉടനെ അത് അവന് നിലത്തിട്ടില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടത്തില്ല. പിള്ളേരാണെങ്കിൽ പിന്നെ കിടക്കുന്ന രീതിയിൽ എല്ലാം മൊത്തത്തിൽ ഒന്ന് ചുരുട്ടി കൂട്ടാതെ അവിടെ നിന്ന് എഴുന്നേക്കത്തുമില്ല. അപ്പം എല്ലാവരും ഒന്ന് അടക്കി ഇരുത്തിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എല്ലാവർക്കും സ്വന്തം വീട്ടിൽ വരുമ്പോൾ ഒരു പ്രത്യേകതയല്ലേ, ഒരു പ്രത്യേക സന്തോഷമല്ലേ. അപ്പോൾ അതാണ് എനിക്കിപ്പോൾ ഈ വീഡിയോ എടുക്കുമ്പോൾ ഉള്ളത്. നമ്മുടെ ഈ റൂമിലെ ജനലിൽ നിന്ന് പുറത്തോട്ട് നോക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ കിച്ചണാണ് കാണുന്നത്. അത്രയ്ക്ക് അടുത്താണ്. ഇപ്പോൾ ടുട്ടും സൃഷ്ടിൻ്റെ ഇവിടെ അടങ്ങിയിരുന്ന് കളിക്കുക. മിനിമോ സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ട്, അമ്മയുണ്ട് അവിടെ. അപ്പോൾ അവിടെ ഇരിപ്പുണ്ട്. അമ്മയ്ക്ക് 4 അനിയത്തിമാരാണ് ഉള്ളത്. അതിൽ 3 പേര് ഇതിന് ചുറ്റും തന്നെ ഉണ്ട് കേട്ടോ. ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ കുറച്ച് അകലെ, അതാ ജയമ്മ. ബാക്കി എല്ലാവരുടെയും വീട് ഞാൻ മെല്ലെ കാണിച്ചു തരാം. കിച്ചൺ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പം എന്തായാലും വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അനങ്ങി നിൽക്കുന്നുണ്ട്. എല്ലാം വെറുതെ ഒന്ന് ചെക്ക് ചെയ്യുക. നേരത്തെ അമ്മ ഇവിടെ നിൽക്കുമ്പോൾ എല്ലാത്തിനും ഒരു അടുക്കായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പം അമ്മ അങ്ങോട്ട് പോകുന്നതുകൊണ്ട് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കെട്ടിപ്പൂട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അമ്മയ്ക്ക് പോലും ഇപ്പോൾ തിരിച്ച് വന്നപ്പോൾ എവിടെ എന്തൊക്കെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായി. തട്ടിക്കുട്ടിയാണെങ്കിലും നമ്മുടെ തെർമൽ ഫാമിലിയിൽ നമ്മുടെ വീടിൻ്റെ ഒരു ദിവസം ഇടണമെന്നുണ്ടായിരുന്നു. ഇത് ഉച്ചക്കലത്തെ കൊഞ്ചു റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്കൂന്ന് ഇതൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു കഴിക്കാൻ. ഈ ടേസ്റ്റ് ഒന്നും ലോകത്തെങ്ങും കിട്ടത്തില്ലല്ലോ. പിന്നെ അതേ ജീരകവെള്ളം ഇട്ട് വെച്ചിട്ടുണ്ട്. സാമ്പാർ പുളി അതും റെഡി ആയിട്ടുണ്ട്. പുളി പിഴിഞ്ഞതാട്ടോ, ഞാൻ നേരത്തെ കാണിച്ചല്ലോ അതിനകത്ത്. പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ചെറിയ അടുക്കളയും കൂടെ ഉണ്ട്. ശരിക്കും വർക്ക് ഏരിയ എന്നൊക്കെ പറയാമല്ലോ. നേരത്തെ ഇവിടെ ആയിരുന്നു ഗ്യാസും കാര്യങ്ങളൊക്കെ വെച്ച് പാകം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം പിന്നെ അകത്തോട്ട് വലിയ അടുക്കളയിലോട്ട് മാറ്റി. ഇവിടുന്നൊരു വാതിലുണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ. ഇവിടുന്ന് നേരെ കാണുന്ന വീട് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെയാണ്. പക്ഷെ അവരിപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വേറെ വീട് വെച്ച് അങ്ങോട്ടാണ്. ഇവിടെ ഇപ്പോൾ റെൻറ്റിന് കൊടുത്തേക്കുക. നമ്മുടെ ഈ കൊല്ലം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിലെ ഒരു ഡോക്ടറാണ് അവിടെ ഇപ്പോൾ താമസിക്കുന്നത്. ഇനി നമ്മൾ നമ്മുടെ കിണറ്റിൻകരയിലോട്ട് പോവുക കേട്ടോ. ആ മൂലയിൽ വലിയ കറിവേപ്പുണ്ടായിരുന്നു, അത് കേടായിപ്പോയി. ഇതാണ് നമ്മുടെ കിണർ. ഇതൊരു പ്രാവശ്യം കംപ്ലീറ്റ് ഇടിഞ്ഞ് താഴ്ന്നു പോയതാണ്. നമ്മുടെ വീടും കൂടെ അതിൻ്റെ കൂടെ ഇടിഞ്ഞ് പോയതിനെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ എന്തായാലും വീണ്ടും കെട്ടിപ്പിടിക്കുക എടുത്തത്. ഇപ്പോഴൊന്നും അല്ല, കുറേ വർഷങ്ങൾക്ക് മുന്നേ ഒരു പ്ലാവും ഉണ്ടായിരുന്നു ഈ സൈഡിലായിട്ട്, വലിയ പ്ലാവ്. അത് പോയതോടുകൂടി ചിലപ്പം അതുകൊണ്ടായിരിക്കണം അത് കുഞ്ഞു പോയെന്നാണ് തോന്നുന്നത്. അപ്പം ഈ പുറകിലുള്ള വീടുകളൊന്നുമില്ല, അതൊക്കെ ഇപ്പോൾ വന്ന വീടുകളാട്ടോ. ഈ വീടുകളെല്ലാം അവിടെയൊക്കെ ഇങ്ങനെ തുറന്ന് കിടന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ ഈ തൊട്ട് ചേർന്ന് കാണുന്ന വീടും പുതിയ വീടാണ്. അതൊക്കെ ഇപ്പോൾ വന്നിട്ടുള്ള വീടുകളാണ്. ഇപ്പം മൊത്തത്തിൽ മതിലും കാര്യങ്ങളൊക്കെ ആയി ഏകദേശം ശ്വാസം മുട്ടി തുടങ്ങി. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു മാവുണ്ടായിരുന്നു, അതും വെട്ടി. കാരണം ഇങ്ങനെ വീടുകൾ അടുത്തടുത്ത് നിൽക്കുമ്പോൾ നമ്മൾ വലിയ വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് മൊത്തത്തിൽ അപകടമല്ലേ. സൈഡിൽ ഒരു തെങ്ങുണ്ടായിരുന്നു, അതെല്ലാം മുറിച്ചു. പിന്നെ അതേ ഈ കാണുന്ന ചേമ്പും ചേനയും മുരിങ്ങയൊക്കെ നട്ടത് ചിറ്റപ്പന, അതായത് അമ്മയുടെ തൊട്ട് താഴെയുള്ള അനിയത്തിയുടെ ഹസ്ബൻഡ്.
ചിറ്റപ്പന ശരിക്കും ഇതൊക്കെ നന്നായിട്ട് ഇങ്ങനെ നോക്കുന്നത്. ഇതിന് മുന്നേ ഇവിടെ വാഴയും കാച്ചില് അങ്ങനെയുള്ള കുറേ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോ സമയം ഓരോന്നിങ്ങനെ നടും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ കപ്പക്കിഴങ്ങായിരുന്നു, പക്ഷെ അതിനകത്ത് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അത് മൊത്തത്തിൽ കളഞ്ഞു. പിന്നെ അമ്മ ഇവിടെ സ്ഥിരം നിൽക്കുകയായിരുന്നെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കൃഷി ഇങ്ങനെ നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യായിരുന്നു. പക്ഷെ ഇനിയിപ്പോൾ വെച്ചിട്ടും കാര്യമില്ലല്ലോ. ആകാശം നല്ല തെളിഞ്ഞ കിടപ്പുണ്ട്, മഴയൊന്നും ഇല്ല. രാത്രിയിൽ കുറച്ചൊന്ന് ചാറിയിട്ടുണ്ടായിരുന്നു, അത് ഈ ചേമ്പലയിൽ ഇങ്ങനെ പിടിച്ച് വെച്ചിട്ടുണ്ടേ. നിന്നുമോന്റെ ആക്റ്റീവായിട്ട് ഇരിപ്പുണ്ട്. അങ്കുതേ ബീൻ ബാഗിൽ കിടപ്പുണ്ട്. സൃഷ്ടിയും അപ്പുറത്തോട്ട് മാറി ഇരിപ്പുണ്ട്. രണ്ടുപേരും കളിച്ച് ക്ഷീണിച്ചു. നമ്മുടെ ലഞ്ച് വേണ്ട ചേനയും അമരക്കയും കൂടെ തോരൻ, കൊഞ്ച് റോസ്റ്റ്, ചക്ക അവിയല്, കൊഞ്ച് കറി, പിന്നെ ചോറും നമ്മുടെ സാമ്പാർ പുളിയും. ഞാൻ ചക്ക കുറച്ചേ ഇപ്പോൾ എടുത്തോളൂ, നേരത്തെ നന്നായി കഴിച്ചായിരുന്നേ. ഈ സൈഡിൽ നന്നായിട്ടപ്പോൾ വെയിൽ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ അയലൊന്നും വിരിച്ചിട്ടില്ല, സ്റ്റാൻഡിൽ തന്നെയുള്ള തുണി ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല വെയിലത്തിരിക്കുക. ഇനി അത് ഉണങ്ങിയിട്ടങ്ങ് മടക്കി വെച്ചാൽ മതിയല്ലോ. വൈകുന്നേരത്തെ ചായ അമ്മ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടെ നമ്മുടെ ജയമ കൊണ്ടുവന്ന തെരളിയാട്ടോ. ഇപ്രാവശ്യം തിരിച്ചു പോകുമ്പോൾ ഞാൻ കുറച്ച് തെരളിയിലേയും കൊണ്ടുപോകുന്നുണ്ട്. അതവിടെ കൊണ്ടുപോയി ഫ്രിഡ്ജ് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് ഉണ്ടാക്കാമല്ലോ. ഒരു മണം കിട്ടും ഈ തെരളിയുടെ. മാത്രമല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും അല്ലേ. നമ്മൾ ഈ ബിരിയാണിയിൽ ഇടുന്ന ബേ ലീഫിന്റെ വലിയ ഫോമാട്ടോ ഈ വയനയില. നിങ്ങുമോതേ കുളിച്ച് സുന്ദരനായിട്ട് അവിടെ നിൽപ്പുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ടേബിളിന്റെ ആ ടവല് അവനാ വലിച്ച് താഴെ ഇട്ടേക്കുന്നത്. അപ്പൊ അതെ രാക്കെ വന്നപ്പോൾ റൂമിലേക്ക് അവന്റെ കളിപ്പാട്ടമൊക്കെ എടുത്ത് രാക്ക എടുത്തോട്ട് എത്തിയിട്ടുണ്ട്. രാക്കയുടെ തല കളർ ചെയ്തു കേട്ടോ, കാരണം അവിടെ നിന്ന് കളർ ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോ നിർബന്ധിച്ച് ചെയ്യിച്ചതാ. അവൻ എടുക്കാൻ പറ്റാതെ റിമോട്ടും ലാപ്ടോപ്പും കാര്യങ്ങളും ഒക്കെ ഇതേ മുകളിലോട്ട് വെച്ചേക്കാം. അതൊക്കെ എടുത്ത് കൊടുക്കാനായി ഈ കൈ ചൂണ്ടി പറയുന്നത്. അവൻ എത്തി എടുക്കാൻ നോക്കുകയാണേ. നമ്മളോട് പറയാം അങ്ങനെ എടുത്തു തരാൻ. ഒന്നും കിട്ടാത്ത ദേഷ്യത്തിൽ രാക്കയുടെ കണ്ണാടി ഇതേ തട്ടി പറിച്ചെടുത്തിട്ടുണ്ട്. രാക്കെ തിരിച്ചു പറയുമ്പോ ഒന്നും അറിയാത്ത രീതിയിൽ പാവത്തിനെ പോലെ ഇരിക്കുക. എല്ലാം മനസ്സിലാകും കേട്ടോ നമ്മള് പറയുന്നേ. എന്നിട്ട് വീണ്ടും രാക്കനെ പറ്റിക്കുന്ന രീതിയിൽ കണ്ണാടി എടുക്കുന്ന പോലെ കാണിക്കുന്നു, എന്തൊക്കെയോ പറയുന്നു. ഇതാണ് നമ്മുടെ ഞുഞ്ഞുമോൻ. ഇന്നും നല്ല വെയിലുള്ള ദിവസമായിരുന്നു കേട്ടോ, നല്ല ഐശ്വര്യമുള്ള വെയിൽ കിട്ടിയ ദിവസമാണ്. രാവിലെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു, അതേ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പോകുന്നതിന് മുന്നേ നല്ലൊരു മഴയും കൂടെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്കത് കാണുമ്പോൾ ഒരു ആശ്വാസമല്ലേ. എന്തായാലും ഇത് നമ്മുടെ മഴക്കാലമാണല്ലോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.